ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോൾ കോൺസെപ്റ്റ്. നമ്മളപ്പോ ഇന്ന് മോൾ കോൺസെപ്റ്റ് പക്ക ആക്കാൻ പോകണം. ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് നമുക്ക് മോൾ എന്താണ്, മോൾ കോൺസെപ്റ്റ് എന്താണ്, എവിടാണ് ഉപയോഗിക്കുന്നത്, എവിടാണ് അതിന്റെ ആപ്ലിക്കേഷൻ, പ്രോബ്ലം എങ്ങനെ ചെയ്യണം, എല്ലാം ക്ലിയർ ആക്കി ക്രിസ്പ് ആക്കി പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. സോ മോൾ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് മോൾ എന്താണെന്ന് പഠിക്കണം. വാട്ട് ഡു യു മീൻ ബൈ മോൾ? ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചാൽ തന്നെ മോൾ കോൺസെപ്റ്റ് പകുതി നിങ്ങൾക്ക് കഴിഞ്ഞു. മോൾ ഈസ് ജസ്റ്റ് എ നമ്പർ. ജസ്റ്റ് ഒരു നമ്പറാണ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോൾ എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കെമിസ്ട്രിയിൽ പല ആപ്ലിക്കേഷൻസിലും അളവുകൾ എടുക്കുന്നതിന്റെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കും എന്താണ് മോൾ എന്ന് നോക്കാം. മോൾ ശ്രദ്ധിക്കും, നമ്മൾ രണ്ട് ഉള്ള എന്തെങ്കിലും സാധനം, ഇപ്പൊ രണ്ടെണ്ണം ഉള്ള സപ്പോസ് രണ്ട് ചെരുപ്പ്, രണ്ട് ചപ്പൽസ്, അതിന് നമ്മൾ എന്ത് പറയും? എ പെയർ ഓഫ് ചപ്പൽസ് എന്ന് പറയാറില്ലേ? എ പെയർ ഓഫ് ചപ്പൽ. ഇപ്പൊ രണ്ടാൾക്കാർ പറഞ്ഞു അവർ രണ്ടുപേരും പേയേഴ്സ് ആണെന്ന് പറയാറുണ്ട് അല്ലെ? അതേമാതിരി ഒരു 12 വളയുണ്ട് എന്റെ കയ്യിൽ, 12 ബാങ്കിൾ ഉണ്ട്. ഇതിനെ നമ്മൾ ഒരു പേര് വിളിക്കും, ഡസൺ ഓഫ് ബാങ്കിൾ എന്ന് വിളിക്കും അല്ലെ? എന്റെ കയ്യിൽ ഒരു 12 ബുക്ക് ഉണ്ടെങ്കിൽ എ ഡസൺ ഓഫ് ബുക്ക് എന്ന് പറയാം. എന്റെ കയ്യിൽ ഒരു 12 ബോട്ടിൽ ഉണ്ടെങ്കിൽ ഡസൺ ഓഫ് ബോട്ടിൽ എന്ന് പറയാം. അപ്പൊ ഓരോ നമ്പറിനും ചിലപ്പോൾ നമ്മളൊരു ചില പ്രത്യേക പേരുകൾ വിളിക്കാറുണ്ട്. സപ്പോസ് ടണ്ണിന് നമ്മൾ ടണ്ണ്, കിൻഡല് എന്ന് കേട്ടിട്ടില്ലേ? സോ ഇതെല്ലാം ഓരോ പ്രത്യേക വിളിപ്പേരുകളാണ്. സോ രണ്ടിന് പേരെന്ന് പറയുന്ന പോലെ, 12 ഡസൺ എന്ന് പറയുന്ന പോലെ, മോളും ഒരു ഇത്ര നമ്പറിന് പറയുന്ന ഒരു പേരാണ്. എന്താണ് ആ നമ്പർ? നോക്കണേ. സപ്പോസ് എന്റെ കയ്യിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവും. രണ്ട് ചപ്പൽ നമുക്ക് പേരെന്ന് വിളിക്കാം, 12 ബാങ്കുകൾ നമുക്ക് ഡസൺ എന്ന് വിളിക്കാം. അതേപോലെ ഏതെങ്കിലും ഒരു സാധനം 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഉണ്ടെങ്കിൽ, എന്താണ് ഈ 6.022 10⁻23? 6.022 ഇട്ടിട്ട് ഒരു 23 പൂജ്യം ഇങ്ങനെ ഇടണം. ഇങ്ങനെ 23 പൂജ്യം ഇടണം. അത്രയും വലിയൊരു നമ്പർ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ. സോ ഇത്രയും എണ്ണം എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ. സപ്പോസ് എന്റെ കയ്യില് 6.022 ഇൻറ്റു 10⁻23 പേനയുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് അതിനെ എന്ത് വിളിക്കാം? എ മോൾ ഓഫ് പെൻ എന്ന് വിളിക്കാം. എന്റെ കയ്യിൽ 6.022 10⁻23 മണലുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഓരോ മണൽ ഇങ്ങനെ, നമുക്ക് മണലുണ്ടല്ലോ ബീച്ചിലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന മണൽ, ആ മണലെടുത്ത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എണ്ണി, 1 2 3 4 5 6 7 8 അങ്ങനെ എണ്ണി വന്നപ്പോ ഇത്ര എണ്ണം ഉണ്ട്. എത്ര? 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മോൾ എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. സോ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ഓഫ് എനിത്തിങ്. എന്തിനു വേണമെങ്കിൽ നമുക്ക് മോൾ വെച്ച് പറയാൻ പറ്റും. എന്റെ കയ്യിൽ 6.022 10⁻23 ചെയർസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിന് എനിക്ക് എന്ത് പറയാം? ഈ മോൾ ഓഫ് ചെയർ എന്ന് പറയാം. എന്റെ കയ്യിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ എന്ത് വിളിക്കാം? എ മോൾ ഓഫ് ആറ്റംസ് എന്ന് വിളിക്കാം. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഈ കാര്യം ക്ലിയർ ആക്കി വെച്ചേക്കാം. ഈ ഒരു കാര്യം ക്ലിയർ ആക്കി വെച്ചേക്കാം. ഈ ഒരു കാര്യം ക്ലിയർ ആക്കി വെച്ചേക്കാം. ഓക്കെ. ഇനി ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞു. ശ്രദ്ധിച്ചേക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ. ഒരു ആറ്റത്തിന് അറ്റോമിക് നമ്പരും ഉണ്ട്, മാസ് നമ്പരും ഉണ്ട്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ആറ്റത്തിന് അറ്റോമിക് നമ്പരും ഉണ്ട്, മാസ് നമ്പരും ഉണ്ട്. മാസ് നമ്പർ, അറ്റോമിക് മാസും മാസ് നമ്പർ സെയിം ആണ് കേട്ടോ. ഓക്കെ. സോ സപ്പോസ് കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്, മാസ് നമ്പർ 14 ആണ്. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, മാസ് നമ്പർ 23 ആണ്. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്, മാസ് നമ്പർ 20. ഇത് ഞാൻ റാൻഡം ആയിട്ട് 2-3 എലമെന്റ്സ് എടുത്തു, അതിന്റെ മാസ് നമ്പർ എഴുതി കാണിച്ചു. സോ വാട്ട് ഇസ് ദ മാസ് നമ്പർ ഓഫ് carbon 12. What is the mass number of nitrogen 14? What is the mass number of sodium 21? What is the mass number of neon 20? ഈ കാര്യം ക്ലിയർ ആണ്. ഇത് താഴെ എഴുതിയിരിക്കുന്നത് എപ്പോഴും അറ്റോമിക് നമ്പരും മുകളിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും മാസ് നമ്പരും ആണ്. ഓക്കെ. ഈ കാര്യം ക്ലിയർ ആണ്. ഇത് ക്ലിയർ ആണ്. ഓക്കെ, സെറ്റ്. ആറ്റംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാനും അവഗാഡ്രോയുടെ ഒരു കഥ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേക്കാം. സോ അവഗാഡ്രോയുടെ കയ്യിൽ ഒരു കൊട്ട ഉണ്ടെന്ന് വിചാരിക്കാം. കൊട്ട. ഈ കൊട്ടയ്ക്കകത്ത് കുറെ ആറ്റംസ് ഇരിക്കും. ഇഷ്ടം മാതിരി ആറ്റംസ് ഇരിക്കും. ഏതിന്റെ ആറ്റംസ് ആണെന്ന് അറിയാവടാ? ഏത് ആറ്റം വേണമെങ്കിലും എടുക്കാം നമുക്ക്. ഞാനിപ്പോ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഹൈഡ്രജന്റെ ആറ്റം എടുക്കുന്നു. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1 ആണ്. അപ്പോ
അവഗാഡ്രോക്ക് വേറെ പണിയൊന്നുമില്ല. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നമുക്ക് ഹൈഡ്രജന്റെ കാര്യത്തിന് ഇങ്ങനെ പറക്കി പറക്കി എടുക്കാനൊന്നും പറ്റില്ല. സപ്പോസ് ദർ ഇസ് എ കൊട്ട ഓഫ് നിറച്ച് ഹൈഡ്രജൻ, ഒരു കൊട്ട നിറച്ച് ഹൈഡ്രജൻ ഉണ്ട്. ആ കൊട്ട നിറച്ച് ഹൈഡ്രജൻ ഉള്ളതിനകത്ത് ഒരുപാട് ഹൈഡ്രജൻ കുഞ്ഞു കുഞ്ഞു ആറ്റംസ് കിടക്കും. ഓക്കെ, നമ്മുടെ അവഗാഡ്രോ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവഗാഡ്രോ ഒരു ത്രാസ് എടുത്തു. അവഗാഡ്രോ ഒരു ത്രാസ് എടുത്തു. ദിസ് ഈസ് എ ത്രാസ്, ദിസ് ഈസ് എ ത്രാസ്. ഇവിടെ നമ്മളെ വെയിറ്റ് എഴുതി കാണിക്കും, ഇവിടെ നമ്മളെ വെയിറ്റ് എഴുതി കാണിക്കും. അവഗാഡ്രോ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ത്രാസിനകത്തോട്ട് ഓരോ ആറ്റം ബൈ ആറ്റം പറക്കിട്ടു. ഒരാറ്റം, രണ്ടാറ്റം, മൂന്നാറ്റം, നാലാറ്റം, അഞ്ചാറ്റം, ഇങ്ങനെ പറക്കി പറക്കിയിട്ടു. അങ്ങനെ പറക്കി പറക്കിയിട്ട് പുള്ളിക്കാരൻ എത്ര ആറ്റത്തിനെ പറക്കിട്ടെന്ന് അറിയാവോ? 20 ആറ്റം കഴിഞ്ഞു, 30 ആറ്റം കഴിഞ്ഞു, 40 ആറ്റം കഴിഞ്ഞു, 100 ആറ്റം കഴിഞ്ഞു, 1000 ആറ്റം കഴിഞ്ഞു, 1,00,000 ആറ്റം കഴിഞ്ഞു, 1 കോടി ആറ്റം കഴിഞ്ഞു, 100 കോടി ആറ്റം കഴിഞ്ഞു. പുള്ളിക്കാരൻ പറക്കി 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 6.022 ഇൻറ്റു 10⁻23 ആറ്റംസിനെ ഈ ഒരു നമ്മുടെ എവിടെ പറക്കിയിട്ടു? ഈ ഒരു ത്രാസിനകത്ത് പറക്കിയിട്ടു. എന്നിട്ട് പുള്ളിക്കാരൻ താഴോട്ട് വന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കി. അപ്പൊ അവിടെ വെയിറ്റ് എഴുതി കാണിച്ചടാ, 1 ഗ്രാം. എത്ര വെയിറ്റ് എഴുതി കാണിച്ചേ? 1 ഗ്രാം. പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, പുള്ളിക്കാരൻ ഹൈഡ്രജൻ എണ്ണുന്ന പരിപാടി നിർത്തി. പുള്ളിക്കാരൻ ഒരു കൊട്ട കാർബൺ എടുത്തു. ഒരു കൊട്ട കാർബണിനകത്ത് ഒരുപാട് കാർബൺ ആറ്റംസ് ഉണ്ടാവുമല്ലോ, ഇതേമാതിരി ചെറിയ 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 ഒരുപാട് ആറ്റംസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒരുപാട് ആറ്റംസ് ഉണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ നേരത്തെ ത്രാസ് എടുത്തു. ത്രാസിനകത്ത് ഇവിടെ നമ്മുടെ റീഡിങ് എഴുതി കാണിക്കും. ത്രാസിനകത്ത് പുള്ളിക്കാരൻ ഓരോ ആറ്റത്തിനെ വെച്ച് പറക്കി, വേറെ പണിയൊന്നുമില്ല, ഓരോ ആറ്റംസിനെ ഇങ്ങനെ പറക്കി വെച്ചോണ്ടിരുന്നു. 1, 2, 3, 4, 5, 6, 1 കോടി, 2 കോടി, 10 കോടി, 100 കോടി, 1000 കോടി. പുള്ളി ഇങ്ങനെ പറക്കി 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 വെച്ചോണ്ടിരിക്കുക. ഓരോ ആറ്റത്തിനെ ഇങ്ങനെ എണ്ണി എണ്ണി പറക്കി വെച്ചോണ്ടിരിക്കുക. പുള്ളിക്കാരൻ എത്ര ആറ്റത്തിനെ എണ്ണി? 6.022 ഇൻറ്റു 10⁻23 ആറ്റത്തിനെ എണ്ണിയപ്പോ പുള്ളിക്കാരൻ നോക്കിയപ്പോ 12 ഗ്രാം ആണ് 6.022 ഇൻറ്റു 10⁻23 ആറ്റത്തിന്റെ വെയിറ്റ്. നമുക്ക് ആലോചിച്ചിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടല്ലോ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. ഞാൻ 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളെ പറക്കി വെച്ചപ്പോ എനിക്ക് കിട്ടിയ മാസ് 1 ഗ്രാം. കാർബണിന്റെ അറ്റോമിക് മാസ് 12. ഞാൻ 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളെ ഞാൻ ത്രാസിൽ പറക്കി വെച്ച് തൂക്കി നോക്കിയപ്പോ എനിക്ക് കിട്ടി 12 ഗ്രാം. ഇനിയിപ്പൊ ഇങ്ങനാണോ? കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ അവഗാഡ്രോ സോഡിയത്തിനെ എടുത്തു. അറിയണമല്ലോ ഇങ്ങനെയാണോ അറിയണമല്ലോ. സോഡിയത്തിനെ എടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്ത മാതിരി നമ്മുടെ ത്രാസിനകത്ത് പണി തുടങ്ങി. സോഡിയത്തിന്റെ ആറ്റത്തിനെ പറക്കി വെക്കാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അങ്ങനെ എത്ര എണ്ണം വെച്ചു? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസിനെ പറക്കി വെച്ചു. എന്നിട്ട് അവഗാഡ്രോ വെയിറ്റ് നോക്കിയപ്പോ 23 ഗ്രാം എന്ന് കാണിച്ചു. അവഗാഡ്രോ ഓടിപ്പോയിട്ട് സോഡിയത്തിന്റെ അറ്റോമിക് മാസ് നോക്കി. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23. എന്ത് മനസ്സിലായി? അതായത് ഒരാറ്റത്തിന്റെ സപ്പോസ് ഒരു ആറ്റം എക്സ്, ആ എക്സ് ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 100 ആണെന്ന് വിചാരിക്കാം. ആ 100 ഗ്രാം എക്സിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം എക്സ് ആറ്റത്തിനെ ഇങ്ങനെ പറക്കി പറക്കി 100 ഗ്രാം ഞാൻ തൂക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 6.022 ഇൻറ്റു 10⁻23 മോളിക് ആറ്റംസ് ഉണ്ടാവും. ഇതാണ് എനിക്ക് മനസ്സിലായത്. ഇനി തിരിച്ചു പറയാം. എന്റെ കയ്യില് നിയോൺ ഉണ്ടെന്ന് വിചാരിക്കാം. നിയോൺ ഞാൻ ഓരോന്നായിട്ട്, നിയോൺ എന്ന് പറഞ്ഞ ഒരു കൊട്ട നിയോൺ ഉണ്ട്, കുറെ നിയോൺ ആറ്റംസ് ഇങ്ങനെ, അതിൽ ഓരോ നിയോണായിട്ട് ഞാൻ ഇങ്ങനെ പറക്കി വെച്ച് 6.022 ഇൻറ്റു 10⁻23 നിയോൺ ആറ്റംസിനെ പറക്കി വെച്ചിട്ട് അത് കൊണ്ടുപോയി ഞാൻ കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കി കഴിഞ്ഞാൽ എത്ര മാസ് കിട്ടും? നിയോണിന്റെ അറ്റോമിക് മാസ് 20 ആണ്. സോ അത് 20 ഗ്രാം കിട്ടും. 20 ഗ്രാം കിട്ടും. ശ്രദ്ധിക്കും. ബുദ്ധി അപ്ലൈ. ശ്രദ്ധിക്കും. സപ്പോസ് ഞാൻ അലൂമിനിയം എടുക്കുക. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13, മാസ് നമ്പർ 26. അറ്റോമിക് നമ്പർ 13, മാസ് നമ്പർ 26 27 ആണ്. നമുക്ക് കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് അറിയുന്ന ഒരു എലമെന്റ് എടുക്കാം. ഓക്സിജൻ അറ്റം നമ്പർ 8, മാസ് നമ്പർ 16. അറ്റം നമ്പർ 8, മാസ് നമ്പർ 16.
How many atoms are there in oxygen containing 16 gram? 16 gram ഓക്സിജനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? എത്ര ആറ്റംസ് ഉണ്ടാവും? 16 gram ഓക്സിജൻ എടുത്താൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഇതാണ് ലോജിക്ക്. ഇതാണ് ലോജിക്ക്. ഇതാണ് അവഗാഡ്രോ കണ്ടുപിടിച്ചത്. ഇനി നിങ്ങൾ പറ, 6.022 into 10⁻23 നമ്മൾ എന്ത് വിളിക്കും? 1 മോൾ എന്ന് വിളിക്കും. അതായത് ഏതാറ്റം ആയിക്കോട്ടെ, ഞാൻ സപ്പോസ് വേറൊരു ആറ്റം എടുക്കാം, ഹീലിയം, ആറ്റം നമ്പർ 2, 4. ഏതാറ്റത്തിന്റെയും അറ്റോമിക് മാസിനെ ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ടാവും. അതിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം. 1 മോൾ ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. സോ എന്റെ ചോദ്യം, 2 മോൾ ആറ്റംസ് എന്റെ കയ്യിലുണ്ട്. ഹീലിയത്തിന്റെ 2 മോൾ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മാസ് ഉണ്ടാവും അതിന്? എടാ, 1 മോൾ ആറ്റത്തിന് 4 ഗ്രാം, അപ്പൊ 2 മോൾ ആറ്റത്തിന് 8 ഗ്രാം. 3 മോൾ ആറ്റത്തിനോ 4, 8, 12 ഗ്രാം. എങ്ങനെ കിട്ടി? ഇൻഡു ചെയ്തു. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക. നെക്സ്റ്റ്. ഇത് ക്ലിയർ ആണ്. ഇതാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മോൾ കോൺസെപ്റ്റ്. ബാക്കി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. ഇനി അങ്ങോട്ട് മൊത്തം പ്രോബ്ലം മാത്തമാറ്റിക്സ്. ഇത്രയേ ഉള്ളൂ മോൾ കോൺസെപ്റ്റ്. ഇതാണ് മോൾ കോൺസെപ്റ്റ് വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ഇക്വേഷൻസ് വെച്ച് കുറച്ച് പ്രോബ്ലം നോക്കാം. നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ അത്. ഇത് നിങ്ങൾ എഴുതി പഠിച്ചു, ശ്രദ്ധിച്ചു. നമ്പർ ഓഫ് മോൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ നോക്കി. വെറുതെ എന്താ പറയാ, അത് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ, അതായത് ഒരു 3 മണിക്കൂറൊക്കെ ക്ലാസ്സുകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് എഴുതി പഠിക്കുക. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GAM അല്ലെങ്കിൽ GMM. GAM എന്താണ്, GM എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇക്വേഷൻസ് എഴുതിയെടുത്തോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് is equal to number of moles into Na. Number of mass indication കണ്ടുപിടിക്കാം. ഇവിടെ മാസ് ഇല്ലേടാ, ഇവിടെ മാസ് ഇല്ലേ? ഈ മാസ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത് GM അല്ലേ? താഴെ കിടക്കുന്ന സാധനം ഈക്വൽ സൈൻ അപ്പുറം പോയാൽ എന്തായിട്ട് മാറും? ഇൻഡു ആയിട്ട് മാറും. ഈക്വൽ സൈൻ അപ്പുറത്ത് എന്താ ഉള്ളത്? നമ്പർ ഓഫ് മോൾസ് ഇൻഡു GAM അല്ലെങ്കിൽ GM. നോക്ക്, ഈ സാധനം ഇവിടെ തന്നെ ഉണ്ട്, മാസ്. ഇത് അപ്പുറം പോയി നമ്പർ ഓഫ് മോൾ ഇൻഡു GAM അല്ലെങ്കിൽ GM. ഓക്കെ. സോ ഈ 3 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇത് നമുക്ക് ഭയങ്കര യൂസ് വരും. ഇനി എന്താണ് GAM, എന്താണ് GM? ശ്രദ്ധിച്ചു. Take an element oxygen, atom number 8, mass number 16. Atom number 8, mass number 16. ശ്രദ്ധിക്കും. What is atomic mass? Atomic mass എത്ര ഇതിന്റെ? Atomic mass എന്ന് പറഞ്ഞാൽ AM എത്ര? 16. What is the GAM? GAM എന്ന് പറഞ്ഞാൽ gram atomic mass. gram atomic mass. എന്താണ് gram atomic mass എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റോമിക് മാസിന്റെ കൂടെ ഗ്രാം ചേർത്താൽ മതി. അറ്റോമിക് മാസിനോട് ഗ്രാം. അറ്റോമിക് മാസ് എത്ര? 16. എന്നിട്ട് ഒരു ഗ്രാം ചേർക്ക്, 16 ഗ്രാം. ഇതാണ് ഗ്രാം അറ്റോമിക് മാസ്. സിമ്പിൾ. നൈട്രജൻ 740. വാട്ട് ഈസ് ദ GAM? അറ്റോമിക് മാസ് എത്ര? 14. ഗ്രാം അറ്റോമിക് മാസ് എത്ര? 14 ഗ്രാം. നിയോൺ 10, 20. അറ്റോമിക് മാസ് എത്ര? 20. അപ്പൊ GAM എത്ര? 20 ഗ്രാം. ക്ലിയർ ആണോ? GAM ക്ലിയർ ആണോ? ഓക്കെ. നിയോൺ സപ്പോസ് കാൽഷ്യം 20, 40. ഓക്കെ. അറ്റോമിക് മാസ് എത്ര? 40. ഗ്രാം അറ്റോമിക് മാസ് എത്ര? GAM എത്ര? 40 ഗ്രാം. എടാ, അറ്റോമിക് മാസ് 40, GAM 40 ഗ്രാം. രണ്ട് സൈഡിൽ ഒരു G കൊടുത്താൽ മതി. സിമ്പിൾ. ഇനി GMM എന്താ? ശ്രദ്ധിച്ചേക്ക് എല്ലാവരും. GM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ്
ഒന്നുമില്ലടാ, സിമ്പിൾ. നമ്മളിപ്പോ ഓരോ ആറ്റത്തിന്റെ മാസമാണ് പറഞ്ഞത്, പക്ഷെ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് മോളിക്യൂൾസ് ആണ്. സോ ഈ മോളിക്യൂൾസിന്റെ മാസിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് GMM കൊണ്ട് പറയും. എന്താണ് എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചേക്ക് എല്ലാവരും. സപ്പോസ് എന്റെ കയ്യിൽ H2O ഉണ്ടെന്ന് വിചാരിക്കും. H2O ഇതിൽ എനിക്കറിയാം എച്ചിന്റെ മാസ് 1 ഓക്സിന്റെ മാസ് 16 അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ മാസ് എത്ര? എച്ചിന്റെ മാസ് 1, ഓക്സിന്റെ മാസ് 16, ടോട്ടൽ മാസ് എത്ര? എന്ത് ചെയ്താൽ മതി? ഇവിടെ എച്ചിന്റെ മാസ് എത്ര? 1. എത്ര എച്ച് ഉണ്ട് ഇവിടെ? 2. 1 × 2. ഒരാപ്പിളിന്റെ വില 10, അപ്പൊ 2 ആപ്പിളിന്റെ വില 20. അങ്ങനെ കിട്ടി 10 × 2. അതേമാതിരി ഒരു ഹൈഡ്രജന്റെ വെയിറ്റ് 1, അപ്പൊ 2 ഹൈഡ്രജന്റെ വെയിറ്റ് 1 × 2 പ്ലസ് ഓക്സിന്റെ വെയിറ്റ് എത്ര? 16. സോ 2 + 16 18. ഇതാണ് മോളിക്കുലാർ മാസ്. ഇതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുക. എന്താ GMM? ഗ്രാം മോളിക്കുലാർ മാസ് എന്താ? 2 സൈഡിൽ ഓരോ ഗ്രാം ഇട്ട് കൊടുക്കുക, 18 ഗ്രാം. സോ GMM = 18 ഗ്രാം. ക്ലിയർ? പറഞ്ഞോളൂ. NH3 നൈട്രജന്റെ വെയിറ്റ് 14, ഹൈഡ്രജന്റെ വെയിറ്റ് 1. സോ വാട്ട്സ് ഗ്രാം GMM എത്ര? നൈട്രജൻ എത്രടാ? 14 പ്ലസ് ഒരു നൈട്രജനിലേ ഉള്ളൂ, അപ്പൊ 14. ഹൈഡ്രജന്റെ എത്ര? 1. എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ × 3 = 17 ഗ്രാം. ഗ്രാം വേണം, എന്നാലേ GMM അത്. ക്ലിയർ? വേറെ H2SO4 എച്ചിന്റെ 1, എസിന്റെ 32, ഓക്സിന്റെ 16. എന്ത് ചെയ്യും? H 1 × 2 അല്ലെ? 1 × 2 പ്ലസ് എസിന്റെ എത്ര? 32 പ്ലസ് ഓക്സിന്റേത് 16 × 4 ഇൻറ്റു ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങൾക്ക് 98 ഗ്രാം കിട്ടും. ക്ലിയർ? GMM ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സെറ്റ്. GMM ക്ലിയർ ആയി. GAM ക്ലിയർ ആയി. GMM എന്ന് വെച്ചാൽ എന്താ? GAM ആൻഡ് GMM വ്യത്യാസം എന്താ? GAM എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ കേസിലാണ്. അവിടെ ഒരാറ്റം വരാൻ പാടുള്ളൂ. ഒരാറ്റം മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ GMM എടുക്കാം. ഒന്നിൽ കൂടുതൽ ആറ്റം ഉണ്ടെങ്കിൽ അവിടെ GMM എടുക്കാം. ഒന്നിൽ കൂടുതൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ GMM ആണ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് O എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ GAM പറയാം. സപ്പോസ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ O എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവിടുത്തെ GAM 16 ഗ്രാം ആണ്. ക്വസ്റ്റ്യനിൽ O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ ഒന്നിൽ കൂടുതലായി, അവിടെ GMM ആണ് എടുക്കുക. എങ്ങനെ GMM എടുക്കുന്നത്? ഒരു ഓക്സിജന്റെ വെയിറ്റ് 16, അപ്പൊ 2 ഓക്സിജന്റെ വെയിറ്റോ 32 ഗ്രാം ആണ് അവിടുത്തെ GMM 32 ഗ്രാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരൊറ്റ ആറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം GAM കൺസിഡർ ചെയ്താൽ മതി. GMM-ല് 2 ആറ്റങ്ങൾ മിനിമം വരും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരിക GMM ആണ്. GAM ഭയങ്കര റയർ ആയിട്ട് നമ്മൾ ചോദിക്കത്തുള്ളൂ. GMM ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? പ്രോബ്ലം ചെയ്യാം. ഇക്വേഷൻസ് നോക്കി വെച്ചേക്ക്. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ മാസ് ബൈ GMM. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു N. ഇവിടെ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോൾസിന്റെ കൂടെ ഇൻറ്റു N ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM. GAM എന്താ പറയുന്നത് വെച്ചാൽ GAM വളരെ റയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ചോദിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിച്ചേക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഐ ഹാവ് 180 ഗ്രാം ഓഫ് വാട്ടർ. എന്റെ കയ്യിൽ 180 ഗ്രാം വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താടാ? H2O ആണ്. 180 ഗ്രാം വെള്ളം ഞാൻ ഇങ്ങനെ തൂക്കി വെച്ചേക്കുവാണ്. 180 ഗ്രാം വെള്ളത്തില് എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര മോൾസ് ഉണ്ടെന്ന് എനിക്കറിയണം. 180 പോട്ടെ. എന്റെ കയ്യിൽ 18 ഗ്രാം വെള്ളമുണ്ട്. 18 ഗ്രാം വെള്ളത്തിൽ എത്ര മോൾസ് ഉണ്ടെന്ന് എനിക്കറിയണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ GMM കണ്ടുപിടിക്കുക. ഹൈഡ്രജന്റെ വെയിറ്റ് 1, ഓക്സിജന്റെ വെയിറ്റ് 16. GMM എങ്ങനെ കണ്ടുപിടിക്കും? GMM ആദ്യം ക്വസ്റ്റ്യൻ എഴുതിക്കോ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി നോക്കുക. നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM. GMM കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. GMM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈഡ്രജന്റെ വെയിറ്റ് 1 × 2 പ്ലസ് ഓക്സിജന്റെ വെയിറ്റ് 16. സോ 18 ഗ്രാം ആണ് GMM. ഗിവൺ മൈസ് തന്നിരിക്കും. നമ്മൾ എടുത്തത് എത്ര മാസം?
18 ഗ്രാം. നമ്മൾ തന്നിരിക്കുന്ന മാസാണ് ഗിവൺ മാസ്, നമ്മൾ എടുത്തേക്കുന്ന മാസാണ് ഗിവൺ മാസ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്ര? 18 ഡിവൈഡ് ബൈ ജിഎം എത്ര? 18 ഇസ് ഈക്വൽ ടു 1 മോൾ. സോ 18 ഗ്രാം വെള്ളത്തിൽ 1 മോൾ ഉണ്ട്. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ. നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടിയത്? 1 ഇൻറ്റു എൻ. ഇങ്ങനെ എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 1 ഇൻറ്റു എൻ അതാണ് ആൻസർ. എന്താണ് എൻ എന്ന് പറഞ്ഞാൽ? എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആടാ. അവഗാഡ്രോ നമ്പർ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ ആണ് 6.022 അതിങ്ങനെ വാരി വലിച്ച് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ. Number of molecules is equal to 1 Na. Number of molecules is equal to 1 Na. Okay, where was 180 gram, 170 gram of NH3 നമ്മുടെ കയ്യിലുണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ്. ഒന്ന് ചെയ്ത് നോക്കുക, വീഡിയോ പോസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കുക. 170 gram of NH3 നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM അല്ലെ? ക്വസ്റ്റ്യനിൽ തരുവിടാൻ മാസ് ഒക്കെ. നൈട്രജന്റെ മാസ് 14, ഹൈഡ്രജന്റെ മാസ് 1. സോ GMM കണ്ടുപിടി. ഗിവൺ മാസ് എത്ര? തന്നിരിക്കുന്ന മാസ് എത്ര? 170 ഗ്രാം. 170 ഗ്രാം. GMM എത്ര? GMM നൈട്രജന്റെ ബേസ് 14 പ്ലസ് ഹൈഡ്രജന്റെ 1 ഇൻറ്റു 3 17 ഗ്രാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഗിവൺ മാസ് 170 ഡിവൈഡ് ബൈ 17 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 മോൾസ് എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് എത്ര? 10 ഇൻറ്റു എൻ. ഇത്രേ ഉള്ളൂ. 10 ഇൻറ്റു എൻ ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇത്ര നേരം നമ്മൾ ചെയ്തത് എന്താണ്? നമുക്ക് മാസ് തന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആറ്റത്തിനെ കണ്ടുപിടിച്ചു. ഇനി മോൾസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് തരും, എന്നിട്ട് നമ്മുടെ മാസ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സപ്പോസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ? ഇങ്ങനെ ചോദിച്ചാൽ, സപ്പോസ് ഇൻ എ സാമ്പിൾ, ഒരു കൊട്ട നമ്മുടെ കയ്യിലുണ്ട്. ആ കൊട്ടയ്ക്കകത്ത് 20 മോൾസ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് ഞാൻ പറയാം. ആ കൊട്ടയിലെ വാട്ടറിന്റെ മോളിക്യൂൾസ് എല്ലാം ഞാൻ എണ്ണി. ആ വാട്ടറിന്റെ മോളിക്യൂൾസ് എണ്ണിയപ്പോൾ അതിനകത്ത് 20 മോൾ ഉണ്ട് എന്ന് ഞാൻ പറയാം. 20 മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൊട്ടയുടെ അകത്തുള്ള വെള്ളത്തിന്റെ വെയിറ്റ് എത്ര? ഫൈൻഡ് മാസ് ഓഫ് സാമ്പിൾ. അപ്പൊ നമ്മൾ ആലോചിക്കാം, മാസിന്റെ ഇക്വേഷൻ എന്താ? മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM അല്ലെ? അതിന് നമുക്ക് നമ്പർ ഓഫ് മോൾസും വേണം, GMM വേണം. കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നമ്പർ ഓഫ് മോൾസും വേണം, GMM വേണം. സോ പറ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എന്താ? എങ്ങനെ കണ്ടുപിടിക്കും? തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 20 നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. 20 ഇൻറ്റു GMM എത്ര? ഹൈഡ്രജന്റെ വെയിറ്റ് 1, ഓക്സിജന്റെ വെയിറ്റ് 16. എത്ര ഹൈഡ്രജൻ? 1 ഇൻറ്റു 2 പ്ലസ് 16 is equal to 18. So 20 into 18 is equal to 360 gram weight. Clear ആണോ? ഓർമ്മോടെ 5 moles of CaCO3. 5 moles of CaCO3 എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ 5 മോള് CaCO3 ഉണ്ട്. എന്റെ കയ്യിൽ 5 മോള് CaCO3 ഉണ്ടെന്ന് വിചാരിക്കാം. Find the mass of sample. Find the mass of sample. Sample's mass. So mass കണ്ടുപിടിക്കാനുള്ള equation എന്താ? Mass is equal to number of moles into GMM. Mass is equal to number of moles into GMM. അപ്പോൾ നമുക്ക് ആരൊക്കെ വേണം? Number of moles ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? 5 moles. GMM കണ്ടുപിടിക്കണം. GMM കണ്ടുപിടിക്കാൻ വേണ്ടി കാൽഷ്യം 40, കാർബൺ 12, ഓക്സിജൻ 16. ചെയ്ത് നോക്കിയിട്ട് പറയാം. CaCO3 GMM ഏകദേശം വേണ്ട, നിങ്ങൾ ചെയ്ത് നോക്കുക.
ഓക്കെ, ക്ലിയർ ആണ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ മോൾ കോൺസെപ്റ്റിൽ വരുന്ന പ്രോബ്ലംസ്. ഇനി നമ്മുടെ മറ്റേ യൂണിറ്ററി മെത്തേഡിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അത് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ അത് എല്ലാവരും അത്യാവശ്യം ചെയ്തു എന്ന് തോന്നുന്നു. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ. N2 plus 3H2 gives 2NH3. ഓക്കെ, ഇതെന്താണ് ഉദ്ദേശിച്ചത്, ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മുടെ ചോദിക്കുവാണ്, ഹൗ മെനി മോൾസ് ഓഫ് H2 is required to prepare 60 moles of NH3. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക. 60 മോൾ അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി എത്ര മോള് ഹൈഡ്രജൻ വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ സൈഡിൽ കിടക്കുന്ന നമ്പറാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് വായിക്കാം? ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്: 1 മോള് നൈട്രജൻ. കാരണം നൈട്രജന്റെ സൈഡിൽ നമ്പർ ഒന്നുമില്ല, അതിനർത്ഥം അവിടെ 1 ഉണ്ടെന്ന അർത്ഥം. 1 മോള് നൈട്രജൻ 3 മോള് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 3 മോള് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എത്ര മോള് കിട്ടും? 2 മോൾ അമോണിയ കിട്ടും. ഇങ്ങനെ നമ്മൾ വായിക്കണ്ടേ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? 60 മോൾ അമോണിയ വേണം. 60 മോൾ അമോണിയ കിട്ടാൻ വേണ്ടി എത്ര മോള് ഹൈഡ്രജൻ എടുക്കണം? 3 മോൾ എടുത്താൽ 2 മോള് കിട്ടും. 60 മോള് കിട്ടാൻ വേണ്ടി എത്ര മോൾ എടുക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവര് തമ്മിലുള്ള ബന്ധം ഒന്ന് എഴുതണം. നോക്ക്, 3 മോൾ അമോണിയ 3 മോൾ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 2 മോൾ അമോണിയ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് മോള് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 60 മോള് കിട്ടും. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യും? 60 × 3 = x × 2. ഇൻറ്റു എക്സിനെ ഇപ്പുറം കൊണ്ടുവരിക. അപ്പോ x = 60 × 3 / 2 എന്ന് കിട്ടും. ആൻസർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 എന്ന ആൻസർ കിട്ടും. 90 മോൾ എന്ന ആൻസർ കിട്ടും. അതിനർത്ഥം 3 മോൾ ഉണ്ടെങ്കിൽ 2 മോൾ അമോണിയ ഉണ്ടാക്കാം. 3 മോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 മോൾ അമോണിയ ഉണ്ടാക്കാം. 90 മോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 60 മോൾ അമോണിയ ഉണ്ടാക്കാം. ഇതാണ് അതിന്റെ അർത്ഥം. 90 മോൾ ഉണ്ടെങ്കിൽ 60 മോൾ അമോണിയ ഉണ്ടാക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ.